ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട്. ഐ എം ശാലിനി ഉണ്ണികൃഷ്ണൻ ഫ്രം തിരുവനന്തപുരം. കുറച്ച് മലയാളം അറിയാം, ഞാൻ എന്തൊരു മണ്ടിയാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരികയാണ് ഗൈസ്. ഇപ്പോഴും അതേ ട്രാക്ക് തന്നെയാണ് നമ്മുടെ ആരാണൊക്കെ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും അതേ ട്രാക്ക് തന്നെയാണ്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇൻസ്പയർഡ് ബൈ മെനി ട്രൂ ഇവൻറ്റ്സ്. ഇതിൽ കുറച്ച് എക്സാജറേറ്റഡിനായിട്ട് തന്നെ പറയുന്നത് ഇൻസ്പയർഡ് ബൈ മെനി ട്രൂ ഇവൻറ്റ്സ്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ 3 ഹിന്ദു യുവതികളെയാണ് ആദ്യം കാണിക്കുന്നത്. ആദ്യത്തേത് കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് സുരേഖ നായർ ഫ്രം കേരള. ഓക്കെ, ആൾക്ക് വലിയ UPSC എക്സാം എഴുതിയിട്ട് IAS ഓഫീസർ ആവണമെന്നാണ് ലക്ഷ്യം. രണ്ടാമത് നമ്മുടെ നേഹ സന്ത് മധ്യപ്രദേശിൽ നിന്നാണ്. അവർക്ക് ജാവലിൻ ത്രോയിൽ രാജ്യത്തിൻ്റെ ഗോൾഡ് മെഡൽ നേടുന്നതാണ് അവരുടെ ലക്ഷ്യം. മൂന്നാമത്തേത് ദിവ്യ പാലിവാൽ രാജസ്ഥാനിൽ നിന്ന്. ഓക്കെ, അവർക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവണം. ഡാൻസ് അവരുടെ വലിയ പാഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ടെംപ്ലേറ്റ് പോലെ തന്നെ ആദ്യം നമ്മുടെ സുരേഖ നായർ കേരളത്തിൽ നിന്ന്, അവരെ നമ്മുടെ സലീം എന്ന് പറയുന്ന ആൾ കൺവേർട്ട് ചെയ്യിപ്പിക്കും. നേഹ സന്ത് എന്ന് പറയുന്ന ആളെ ഫൈസാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കൺവേർട്ട് ചെയ്യിപ്പിക്കും. അതേപോലെ തന്നെ ദിവ്യ പാലിവാൽ രാജസ്ഥാനിൽ അവരെ നമ്മുടെ പുള്ളിയല്ലേ ഇപ്പോൾ റഷീദ് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതിനുശേഷം ഇവർ പറയുന്നത് നമ്മുടെ ആദ്യത്തെ ആളുടെ സലീമിൻ്റെ ഗോൾ എന്താണെന്ന് നമ്മുടെ സുരേഖ നായർ പറയുന്ന സീനാണ്. ഇത് ടീസറാണ് കേട്ടോ, ഫുൾ സിനിമ ഇറങ്ങിയിട്ടില്ല. ഫെബ്രുവരി 27 ഫുൾ സിനിമ ഇറങ്ങുള്ളൂ. ടീസറിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് സലീമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ 8.5 കോടി വിവാഹിതരായിട്ടുള്ള ഹിന്ദു കുട്ടികളുണ്ട്. അപ്പോൾ അവരെ എല്ലാം കല്യാണം കഴിക്കണം, മതപരിവർത്തനം നടത്തണം. അതാണ് നമ്മുടെ സലീമിൻ്റെ ലക്ഷ്യം. രണ്ടാമത്തത് ഫൈസാൻ്റെയും ഏകദേശം അതേ തന്നെയാണ് ലക്ഷ്യം. ഓരോ വ്യക്തിയും വിടാതെ എല്ലാവരെയും കൺവേർട്ട് ചെയ്യലാണ് ഫൈസാൻ്റെ ലക്ഷ്യം. ഓക്കെ, അവസാനം പറഞ്ഞു വെക്കുന്നത് അവർക്ക്, അതായത് ഈ പറയുന്ന ആൾക്കാർക്ക് ഇന്ത്യയുടെ മൊത്തം ഡെമോഗ്രാഫി തന്നെ മാറ്റണം, ഇന്ത്യ ഒരു ഇസ്ലാമിക് നേഷനാക്കി മാറ്റണം എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഈ കഷ്ടതയിലൂടെ കടന്നുപോയ ഈ 3 പെൺകുട്ടികൾ ആദ്യം അവരുടേതായിട്ടുള്ള ഹിന്ദു വേഷത്തിൽ, അതിനുശേഷം ഇടികൊണ്ട് പഞ്ചറായിട്ടുള്ള ഒരു പർദ്ദയിട്ടിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. അവസാനം പറഞ്ഞു വെക്കുന്നത് സോ വി ഹാവ് ടു ഫൈറ്റ് ബിക്കോസ് ഇഫ് നോട്ട് നൗ ദെൻ നെവർ. ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എപ്പോൾ എന്ന രീതിയിലാണ് വി ഹാവ് ടു ഫൈറ്റ്. ഇത്ര നാൾ നമ്മൾ കണ്ടു, ഇനി സഹിക്കാൻ പറ്റില്ല, ഇനി നമ്മൾ പ്രതികരിക്കാൻ തന്നെ തീരുമാനിച്ചു എന്ന രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ഒരു റേജ് വെയിറ്റിംഗ് അല്ലെങ്കിൽ ഒരു കാര്യം പറയല്ലോ, ഇതിനെന്താണ് ഡോഗ് വിസ്ലിംഗ് എന്ന് പറയുന്നത് ഇതിനെ. അതുപോലത്തെ ഒരു പരിപാടിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഡയറക്ടർ നമ്മുടെ പഴയ ആളല്ല, പുതിയ ആളാണ്, കാമാഖ്യ നാരായൺ സിംഗ്. പ്രൊഡ്യൂസർ വന്നിട്ട് വിപുൽ അമൃത് ലാൽ ഷാ. ഇദ്ദേഹം തന്നെയാണ് റൈറ്റിംഗ് എഴുതി വെച്ചിരിക്കുന്നത് ഈ പ്രൊഡ്യൂസർ. അപ്പോൾ അതാണ് ഈഗർലി വെയിറ്റിംഗ് ഫോർ February 27. ഓക്കെ, ഒരു റിവ്യൂ പ്രതീക്ഷിക്കാം എൻ്റെ സൈഡിൽ നിന്ന്. എന്തായാലും നമുക്ക് ആ ദിവസം കാണാം. ഓക്കെ, ട്രെയിലർ ചെക്കൗട്ട് ചെയ്യുക. മലയാളീസിന് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുമെന്ന് അറിയില്ല, അത് കോമാളിത്തരമായിട്ട് തന്നെ തള്ളുന്നറിയാം. പക്ഷേ ഇത് പ്രോപ്പഗണ്ടയായിട്ട് നോർത്തിൽ ഒരുപാട് വർക്കാവും. അത് അങ്ങനെ ഒരു ഡോഗ് വിസ്ലിംഗ് ടൈപ്പിൽ തന്നെയാണ് ഈ മൊത്തം സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ആ ടീസർ ഉണ്ടാകും, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, കമൻറ്റ്സ് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ എന്തിനെക്കുറിച്ച് വേണമെന്നും കമൻറ്റിലിടുക. ഓക്കെ, അതുവരെ ബൈ.